അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എങ്ങനെ ഈ ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു ഓൺലൈൻ സൈറ്റ് നമ്മൾ ഇൻസ്റ്റാ ചാനലൊക്കെ നിൽക്കുമ്പോൾ ഒരു സൈറ്റിൽ പോകും, ഒരു സ്റ്റോർ ഫ്രീ ആയിട്ടൊരു സ്റ്റോറിൽ പോകും. അവിടെ നിന്ന് നമുക്ക് പ്രൊഡക്ട്സ് മേടിക്കുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിന്ന് അങ്ങനത്തെ ഒരു എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിന് ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് എക്വിഡ് ഇടുക. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ എക്വിഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടൊരു ഡൊമൈൻ കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് തീം ഇൻസ്റ്റാൾ ചെയ്യും വേണ്ട, അത്യാവശ്യം എളുപ്പമാണ്. സൈറ്റ് ഉണ്ടാക്കുന്നവർക്ക് അറിയാം എന്തുമാത്രം കഷ്ടപ്പാടാണ് സംഭവം പരിപാടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ളതെന്ന്. അപ്പം പ്രത്യേകിച്ച് അതിന് നല്ല കാശുണ്ട്, പൈസ മുടക്കണം അതിനൊക്കെ. നമുക്കിത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഏകദേശം 5 പ്രൊഡക്ട്സിനെ ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കിയൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രീമിയം വെർഷനിലോട്ട് പോയാൽ മതി. അത്യാവശ്യം നല്ല തീമുണ്ട് ഇതിനകത്ത്. ഞാനിത് കുറേയൊക്കെ തപ്പിയായിരുന്നേ. ഞാൻ ഒരു 2 വർഷമായി തുടങ്ങിയിട്ട്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇങ്ങനൊരു സൈറ്റ് ഉണ്ടെന്നൊക്കെ. ഞാൻ യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ കോഴ്സൊക്കെ കാണുമായിരുന്നു ഇഷ്ടംപോലെ. അപ്പം അതിനകത്തൊക്കെ അവർ ബേസിക്കലി പറയുന്നത് പുതിയതായിട്ടൊരു SEO പുതിയൊരു സൈറ്റ് ഉണ്ടാക്കാനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു ഫ്രീ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഉണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. ഒരു യൂട്യൂബ് ചാനൽ നോക്കിയാലൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം നിങ്ങളോട് ഇത് ഷെയർ ചെയ്യണമെന്നുണ്ട്. കാരണം എന്നെപ്പോലെ കുറേ പേരുണ്ടാവുമേ, പൈസ ഇല്ല എന്നാലും പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ നമ്മൾ എളുപ്പമാണ് എക്വിഡ് എടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ സൈറ്റ് സ്റ്റോർ 93 അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എൻ്റർ ചെയ്തപ്പോൾ കൊടുത്തതാണ് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് എളുപ്പമാണ് സംഭവം. ജസ്റ്റ് നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വെബ്സൈറ്റിൽ തീം എടുക്കുക. തീമിനെടുക്കണമെങ്കിൽ എഡിറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് അപ്പറൻസിൽ എഡിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തീം എടുക്കാൻ പറ്റും. ഞാൻ തീം എടുത്തു പോയി ഇതിനകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് നമുക്ക് എടുക്കുകയും ചെയ്യാം. വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാലേ. കാണിച്ചു തരാം നിങ്ങളുടെ. അപ്പം നമ്മുടെ സ്റ്റോർ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഒരു ഫ്രണ്ടിൽ ഒരു ഇതുണ്ടാവും. പിന്നെ കമ്പനി നെയിം, നമുക്ക് കമ്പനി പേരെന്തെങ്കിലും കൊടുക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരാണെങ്കിൽ അത് ഇതൊക്കെ കൊടുക്കുക. അങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന നേരം നമ്മൾ ബാക്ക് അടിക്കുക, കൺട്രോൾ പാനൽ പോവുക. പിന്നെ കാറ്റലോഗിൽ പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എടുക്കാം. പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ന്യൂ പ്രൊഡക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ഇമേജ് ചെയ്യാം. രണ്ട് 3 ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. വളരെ എളുപ്പമാണ്. പിന്നെ പ്രൈസ് കൊടുക്കുക. ഒരു 599.99 കൊടുക്കുക. ഓക്കെ. പിന്നെ എൻ്റെ പേരെന്താ കൊടുക്കുക? പേര് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 1080 ഹോസെറ്റാണ്. ഏകദേശം നമുക്ക് ഇഷ്ടമുള്ള പേര് നമ്മുടെ പ്രൊഡക്റ്റ് അനുസരിച്ച് നമുക്ക് ആമസോണിൽ പോയി തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേര് എന്തൊക്കെ കിട്ടും. നമുക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ സുഖമായിട്ട് അതിനകത്ത് കിട്ടും. അത് കോപ്പി അടിച്ചിനോട്ട് ഇട്ടാൽ മതി. ഇത് വേണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് സേവ് അടിക്കാൻ മറക്കരുത്. ഓക്കെ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാം. ഓപ്ഷൻ വേരിയേഷൻ നമുക്ക് കൊടുക്കാം. വേരിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ സൈസൊക്കെ ഇല്ലേ, എസ്, മീഡിയം, ലാർജ് അത് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. നിങ്ങൾ കളിച്ചാൽ മതി. കൊടുക്കണമല്ലോ. ഇനി ക്യാൻസൽ കളയാം. അതിൻ്റെ ആവശ്യമില്ല. ഷിപ്പിംഗ് എനേബിൾ ചെയ്യാം. ഓക്കെ. ഷിപ്പിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് എടുക്കുക. എന്നിട്ട് ആഡ് ഷിപ്പിംഗ് അടിക്കുക. പിന്നെ സെറ്റപ്പ് ഇന്ത്യ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഒരിക്കലും ഫ്രീ ഷിപ്പിംഗ് കൊടുക്കാറില്ല. ജസ്റ്റ് ഇങ്ങനൊരു ഷിപ്പിംഗ് കണ്ടീഷനിൽ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഷിപ്പിംഗ് വരുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പലരും ഈ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ അടിക്കാൻ നമുക്ക് ലാഭം ഉണ്ടാവില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഷിപ്പിങ്ങിന് ഒരു 60 രൂപ കൊടുക്കും. 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞാലും റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു ലാഭം അവിടെ ഉണ്ടാവും. അതാണ് ഇതൊരു 990 എന്ന് പറഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ 0 to 1000 രൂപേൻ്റെ ഉള്ളിൽ വരെ പോവുകയാണെങ്കിൽ 60 രൂപ. 1000 രൂപേൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി ആയിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും 1000 രൂപേൻ്റെ മുകളിലോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഷിപ്പിംഗ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേയ്മെൻ്റ് ആണ് എനേബിൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ പലർക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അവർക്ക് നല്ലൊരു മെത്തേഡാണ് ഇതൊക്കെ. ഞാനിപ്പം പൊതുവെ സ്ട്രൈപ്പ്, ഇപ്പോൾ US ഒക്കെ ആണെങ്കിൽ പൊതുവെ സ്ട്രൈപ്പാണ് ഉപയോഗിക്കുന്നത്. നല്ല ഗൂഗിൾ പേ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഞാൻ പൊതുവെ ഇപ്പോൾ പേപ്പാൽ കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. പേപ്പാൽ വെച്ച് ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ് കൊടുത്ത് ഡിസൈൻ കൊടുത്ത് ഷിപ്പിംഗ് കൊടുത്ത് പിന്നെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്തല്ലേ. വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി വെബ്സൈറ്റ് വിടുക.
എന്നിട്ട് ഇത് ഇൻസ്റ്റാൾഡ് തീമിനകത്തുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗുണം ഇതിൻ്റെ. 5 ടെംപ്ലേറ്റ് വരെ ഫ്രീ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇഷ്ടംപോലെ ലൈഫ് ലോങ് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് സ്റ്റാർട്ടേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. പിന്നെ മാറ്റുന്ന എളുപ്പമാണ്. പിന്നെ കമ്പനീൻ്റെ പേര് മാറ്റുക, കമ്പനി നെയിം ബ്രോഡെന്നിടാം. ബ്രോഡോ ഇതാണ് നമ്മുടെ കമ്പനീൻ്റെ പേര്. സൈറ്റ് ടൈറ്റിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ അത് കളിക്കാം. സ്റ്റോറി കവർ ഹെഡ്ലൈൻ ജസ്റ്റ് അതിൻ്റെ ഡിസൈൻ മാറ്റാം. ബേസിക്കലി ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് തൽക്കാലം ഇപ്പം സൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം നമ്മളെടുക്കുക. ഓക്കെ, ഇനി ഇമേജസ് എടുക്കുക. ഇമേജസ് കടന്നോട്ടെ. അബൌട്ട് ടെക്സ്റ്റ് പേജ് അത് കടന്നോട്ടെ. സെഷൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ചാറ്റ് GPT വല്ലതും ഉപയോഗിച്ച് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. അത് വലിയ പണിയൊന്നുമില്ല. കസ്റ്റമർ റിവ്യൂസ് നമുക്ക് അങ്ങനെ തന്നെ ആമസോണിൽ പോയി കഴിഞ്ഞാൽ കുറേ റിവ്യൂസ് കിട്ടും. ഈ ഒരു പ്രൊഡക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഡെലിവറി ആൻഡ് റിട്ടേൺ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ 500. അപ്പോൾ ഇത് എൻ്റെ 100. പിന്നെ അതിനകത്ത് ഡെലിവറി ചെയ്ത് കൊടുക്കാം. കോണ്ടാക്ട്സ് നമുക്ക് വേണ്ട ആവശ്യമില്ല. അപ്പം ലൊക്കേഷൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ സെക്ഷൻ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൂട്ടറിൻ്റെ അവിടെ അതൊക്കെ ഓട്ടോമാറ്റിക്കായി ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് കൊടുക്കുക. ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റോർ ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ സ്റ്റോറിൻ്റെ അടിയാണിത്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ചോദിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ മതി. ഞാൻ എൻ്റെ ഒരു സൈറ്റ് കാണിച്ചു തരാം. എൻ്റെ പേര് ഡൈനോ ഹബ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ 4 വ്യൂസൊക്കെ വന്ന് ഓർഡേഴ്സ് ഒന്നും കിട്ടില്ല. കാരണം ജസ്റ്റ് ട്രൈ നോക്കിയാണ്. ഇതിൻ്റെ സൈറ്റാണ് നമ്മൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോണിനകത്തും നല്ലൊരു തീമിലാണ് വരുന്നത്. കാണിച്ചു തരാം. ചെക്കോളിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പനി വിത്ത് പേപ്പാൽ ചെക്കോട്ട് നമുക്ക് അൺടിക്ക് ചെയ്യാം. പേപ്പാൽ ചെക്കോട്ട് വേണമെങ്കിൽ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി. അതാണ് വാണ്ടിച്ചൊരു 14 കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ പൈസ ഇങ്ങനെ മാറും. കേട്ടോ അതിൻ്റെ ഡെലിവറി ഫ്രീ ആയിപ്പോയി. അപ്പോഴത്തേക്കും അങ്ങനെയാണ് നമ്മുടെ സൈറ്റ് ഉണ്ടാവുക. വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ ഈ സൈറ്റിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പോൾ നിങ്ങൾ ആ സൈറ്റിലൂടെ ആ ലിങ്ക് കൂടെ കയറുവാണെങ്കിൽ എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും. അപ്പം ഇതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്കിനോട്ട് ഇനി സൈറ്റ് ബിൽഡ് ചെയ്യണം, ഇനി വേർഡ്പ്രസ്സിനകത്ത് സൈറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് എളുപ്പത്തിൽ തീം ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഫ്രീ തീംസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് തരാം. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിന് തുടങ്ങുന്നവരുണ്ടെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് അത്യാവശ്യം വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, സാധാ പോലെ തന്നെ. ഓക്കെ, ബൈ.